السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ സമയങ്ങളെയും ആരോഗ്യത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ ഇൽമിൻ്റെ സദസ്സിന് വേണ്ടി നമ്മൾ കൊടുത്ത സമയവും ആരോഗ്യവും സമ്പത്തും തിളങ്ങുന്ന അവസ്ഥയിൽ, അതിഭയങ്കരമായി നമ്മളെ സഹായിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ റോൾ മോഡലിനെ സംബന്ധിച്ച. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്വീകരിക്കപ്പെടാവുന്ന ഒരു മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വരച്ചു കാട്ടിയിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ ദുനിയാവിൽ ജീവിക്കാൻ, വൃഥാവിൽ ജീവിക്കാൻ വിടുകയല്ല അല്ലാഹു ചെയ്തത്, മറിച്ച് ദുനിയാവിൽ അല്ലാഹു ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവന് പിൻപറ്റാനും അവൻ അനുധാവനം ചെയ്യാനും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ഈ പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യമായി, ഹിക്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മനുഷ്യന് പിൻപറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് മിൻകും വ അർസൽനാ മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളെപ്പോലെ വിചാരങ്ങളുള്ള, കുടുംബങ്ങളുള്ള, അതേപോലെ തന്നെ വൈകാരിക നിമിഷങ്ങളുള്ള, തിന്നുകയും കുടിക്കുകയും വിശപ്പും ദാഹവുമുള്ള മനുഷ്യനെ തന്നെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കാനുള്ള കാരണം അതാണ്. നമ്മളിൽ നിന്ന് നമ്മളെപ്പോലെ ജീവിക്കുന്ന, നമ്മളെപ്പോലെ വിചാരങ്ങളുള്ള മനുഷ്യനെ മാത്രമേ പിൻപറ്റുന്നതിൽ അർത്ഥമുള്ളൂ. മനുഷ്യൻ എപ്പോഴും ഇഖ്തിയാറുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. അത് അല്ലാഹു സൃഷ്ടികളിൽ നിന്നും മനുഷ്യൻ നൽകിയ വ്യത്യസ്തമായ ഒരു പ്രത്യേകതയും കൂടിയാണ്. മനുഷ്യന് ഇഖ്തിയാറുണ്ട്, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസിയായി ജീവിക്കാം. ഇത് രണ്ടും ദുനിയാവിൽ മനുഷ്യന് സാധ്യമാണ്. അതിൻ്റെ ഇഖ്തിയാർ, ചോയ്സ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത് മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകത, മനുഷ്യനും ജിന്നിനും. ഇതല്ലാത്ത അള്ളാഹുവിൻ്റെ ഇതര സൃഷ്ടികൾക്കൊന്നും ഈ ഇഖ്തിയാർ അള്ളാഹു നൽകിയിട്ടില്ല. കന്നുകാലികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് ദുനിയാവിൽ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ദുനിയാവിൽ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം അത് മണ്ണായിട്ട് തീരും. എന്നാൽ മലക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചത് ചില ജോലികൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവരാ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അള്ളാഹു അവരെ മരിപ്പിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ, അള്ളാഹു ഇല്ലാതാക്കുന്നത് വരെ അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ദാഹമില്ല, വിശപ്പില്ല, ഒന്നുമില്ല, തക്ലീഫുമില്ല, തഖീറുമില്ല. എന്നാൽ അതിന് വ്യത്യസ്തമായി മനുഷ്യനും ജിന്നും, ഇത് രണ്ടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. അവരിലേക്ക് കിതാബുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും ഒരുപോലെ പ്രവാചകനാണ്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യം കൂടിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സീറ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്നും തിരിച്ച് മക്കത്തേക്കുള്ള യാത്ര. റസൂൽ മക്കയിൽ ദഅവത്ത് തുടങ്ങി. മക്കക്കാർ റസൂലുള്ളാഹിയെ ഉപദ്രവിച്ചു, പ്രയാസപ്പെടുത്തി. റസൂലുള്ളാഹി തങ്ങൾ ത്വായിഫിലേക്ക് പോയി. പോകാനുള്ള കാരണം, റസൂലുള്ളാഹിയുടെ ഉമ്മയുടെ കുടുംബക്കാർ ഒരുപാട് ത്വായിഫിലുണ്ട്, അവരെനിക്ക് സംരക്ഷണം നൽകും, അവരെനിക്ക് ദഅവത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി തരും എന്ന ആഗ്രഹത്തോടു കൂടിയാണ് റസൂലുള്ളാഹി തങ്ങൾ ത്വായിഫിലേക്ക് പോകുന്നത്. റസൂൽ വിചാരിച്ചതിനേക്കാൾ തീർത്തും വ്യത്യസ്തമായിരുന്നു അവരുടെ പ്രതികരണം. നമുക്ക് ചരിത്രം പഠിച്ചതാണ്, അറിഞ്ഞതും കേട്ടതുമാണ്.
ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറ് കൊണ്ട് ക്ഷീണിച്ച് അവശനായി ഒരു ഈത്തപ്പഴ തോട്ടത്തിൽ വിശ്രമിച്ചു. ആ സമയത്ത് രാത്രി റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. ആ നിസ്കരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി തങ്ങൾ സൂറത്തു നജ്മിന്റെ ചില ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്തു തഹജ്ജുദ് നിസ്കാരത്തിൽ. അത് കേട്ടിട്ടാണ് ആ വഴി യാത്ര ചെയ്ത ചില ജിന്നുകൾ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഇടയാകുകയും റസൂലിനോടൊന്ന് സംസാരിക്കുകയും ചെയ്തത്. അതിനെ സംബന്ധിച്ചാണ് സൂറത്തു ജിന്നിന്റെ തുടക്കത്തിൽ അള്ളാഹു സംസാരിക്കുന്നത്. നിങ്ങൾ അമാനി തഫ്സീറിന്റെ പരിഭാഷ എടുത്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നസീബ് എന്ന് പറയുന്ന ഒരു ഗോത്രം, നസീബ് എന്ന് പറഞ്ഞാൽ യമനിന്റെയും മക്കയുടെയും ഇടയിലുള്ള ഒരു സ്ഥലം. ആ പ്രദേശത്ത് താമസിക്കുന്ന നസീബി വർഗത്തിൽപ്പെട്ട ജിന്നുകളായിരുന്നു ആ യാത്ര ചെയ്തത്. അവർ വലിയ യാത്ര കഴിഞ്ഞ് പോകുന്ന സമയത്താണ് സൂറത്ത് നജ്മിന്റെ പാരായണം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ കൗമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ദഅവത്തിന് വേണ്ടി. അത് സൂറത്തു ജിന്നിന്റെ തുടക്കത്തിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ഈ സംബന്ധം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി തങ്ങൾ മനുഷ്യന്മാർക്ക് എത്രത്തോളം പ്രവാചകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്, അതേപോലെ ജിന്നുകളുടെയും പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ പ്രത്യേകത, അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ പ്രത്യേകത അതാണ്. രണ്ട് കൂട്ടർക്കും, ജിന്നിനും ദുനിയാവിൽ തക്ലീഫുള്ള രണ്ട് വിഭാഗം, ജിന്ന് വിഭാഗവും മനുഷ്യ വിഭാഗവും, ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പൊരു പ്രവാചകനും ആ തൗഫീഖ് കിട്ടിയിട്ടില്ല. ഇത് അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ നൽകിയ ഒരു മഹത്വവും പ്രാധാന്യവുമാണ്. റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ പ്രത്യേകതയും കൂടിയാണ് അത്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഈ ഇഖ്തിയാറുള്ള വിഭാഗം അവർക്ക് എന്തും ചെയ്യാം ദുനിയാവിൽ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കാനല്ല മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് അയച്ചത്. മറിച്ച് ഒരു പ്രവാചകൻ, അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രവാചകനെ നിശ്ചയിക്കുകയും ആ പ്രവാചകൻ ഒരു കിതാബ് ഇറക്കി കൊടുക്കുകയും ആ ഒരു മാർഗരേഖ അനുസരിച്ച് കൊണ്ടായിരിക്കണം മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടതെന്നൊരു നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, അല്ലേ? അതും അല്ലാഹു ഖുർആനിൽ പ്രസ്താവിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മേഖലയിലും റോൾ മോഡലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ. അള്ളാഹുവിനും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് എന്തുണ്ട്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന്. വെറും മാതൃകയല്ല, ഉത്തമമായ മാതൃക, എല്ലാ നിലക്കും പരിപൂർണമായ മാതൃക. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് റസൂലുള്ളാഹി തങ്ങളുടെ അല്ലാത്ത മറ്റൊരു ജീവിതം കണ്ടിട്ട് ഇതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകൂല. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ അക്മലുൽ ഹദി, ഭൂമി ലോകത്തുള്ള പ്രവാചകന്മാരായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും സാലിഹീങ്ങളായാലും ആരായാലും അവരെക്കാൾ ഏറ്റവും പരിപൂർണമായ ചര്യ അത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്. അത് മുഅ്മിനീങ്ങളുടെ വിശ്വാസം കൂടിയാണ്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അതിന് ഈമാൻ പുറത്താണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ നവാഖിദുൽ ഇസ്ലാമിൽ ഒരു കാര്യം അതായി സൂചിപ്പിച്ചത്, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ പരിപൂർണമാണ്, ആ ചര്യയേക്കാൾ ഖൈറായത് മറ്റൊന്നാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഈമാൻ പുറത്താണ്, അയാൾ കാഫിറാൻ, മുർത്തദ്ദാണ്. എന്തുകൊണ്ട്? ഇത് റസൂലുള്ളാഹി തങ്ങൾ സ്ഥിരപ്പെട്ട കാര്യമാണ്, അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയ കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പരിപൂർണനാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടതും. റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കലും ഫോളോ ചെയ്യലും ഇത്തിബാ ചെയ്യലും ഇതാഅത്തും വാജിബും നിർബന്ധവുമാണ് മുഅ്മിനീങ്ങൾക്ക്. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. ഏത് വിഷയത്തിൽ എന്നാ ഖുർആനിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എല്ലാ വിഷയത്തിലും. ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ നിമിഷങ്ങളിലും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ മാതൃകയുണ്ട്. ഇതെപ്പോൾ നമുക്ക് മനസ്സിലാകും? റസൂലുള്ളാഹി തങ്ങളുടെ സീറ നമ്മൾ പഠിച്ചാൽ മതി. ഒരു മുഅ്മിന് നന്നാകണോ, ഒരു വിശ്വാസിക്ക് നല്ല മനുഷ്യനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളുടെ സീറ പഠിച്ചാൽ മതി, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പഠിച്ചാൽ മതി. എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മളിന്ന് ചില ആൾക്കാരൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ, അവരിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ. എന്നിട്ട് അവരിങ്ങനെ പറയും, റസൂലുള്ളാഹി തങ്ങളെക്കാൾ നല്ല വിവരമുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്.
പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം, അന്ന് ലോകരാഷ്ട്ര കാര്യങ്ങളായിരുന്നു റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ചർച്ച ചെയ്തത്, അല്ലേ? സൂറത്തുർ റൂം അതിന്റെ തുടക്കം എടുത്ത് പഠിച്ചാൽ മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വൻ ശക്തികൾ, വൻ സാമ്രാജ്യങ്ങൾ, പേർഷ്യയും റോമും, ഇത് രണ്ടുമുള്ള സംഘർഷങ്ങൾ വരെ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര കാര്യങ്ങൾ, പിന്നെയല്ലേ ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ എല്ലാ മേഖലയിലും നമുക്ക് റസൂലുള്ളാഹി തങ്ങളിൽ മാതൃകയുണ്ട്. ചില ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് പറയാറുണ്ട്, ദീനി കാര്യത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യാം, ഭൗതികപരമായ കാര്യത്തിൽ നമുക്ക് നന്നായി തോന്നുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യും. അങ്ങനൊന്നില്ല. മനുഷ്യന്റെ ജീവിതം അത് ഭൗതികമാകട്ടെ ഉഹ്റവിയാകട്ടെ എല്ലാത്തിലും റസൂലുള്ളാഹി തങ്ങളിൽ മാതൃകയുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നിലക്ക് ചെറുപ്പക്കാരികളും വഞ്ചിക്കപ്പെടുന്ന ചില മേഖലകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈവാഹിക മേഖല. വിവാഹത്തിന് പ്രായ ആൾക്കാർക്ക് ചില റോൾ മോഡലുകൾ അവതരിപ്പിക്കപ്പെടുകയും അവരുടെ മുന്നിൽ ചില ക്ലാസ്സുകളൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരുപാട് റോൾ മോഡലുകളും അതുപോലെ തന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കും പെണ്ണായാലും ആണായാലും അവർക്കൊക്കെ മോട്ടിവേഷൻ നൽകുന്ന ക്ലാസ്സുകൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ചിലർ പങ്കെടുത്തിട്ടുണ്ടോ അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ? യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടോ? ഇല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പഠിച്ചാൽ മതി. ആ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയൊരു വൈവാഹിക ജീവിതത്തിലുള്ള ഒരു മാതൃക മുഅ്മിനീങ്ങൾക്കുണ്ടാ? ഇല്ല. ആ പറയുന്ന ആൾക്കാരുടെ കുടുംബജീവിതം തകർന്നടിഞ്ഞതായിരിക്കും, എങ്കിൽ കൂടി അവർ പറയും അവരുടെ ജോലി എന്നോണം, അല്ലേ? അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈവാഹിക ജീവിതമായാലും സാമ്പത്തിക മേഖലയായാലും കുടുംബജീവിതമായാലും സാമൂഹിക ജീവിതമായാലും എല്ലാ മേഖലയിലും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അതാണ് അള്ളാഹു ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതെന്തിനാണ് അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മുത്തലഖായി പറയുന്ന അർത്ഥം എല്ലാ വിഷയത്തിലും. ഏതുപോലെ നമുക്ക് കഴിഞ്ഞ റമദാൻ നമുക്ക് ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, കേട്ടിട്ടില്ലേ? നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഏത് വിഷയത്തിലാണ് ബറക്കത്തെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഏതിലുമാകാം, അല്ലേ? പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. മുത്തലഖായിട്ട് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ കൈത് വെച്ചിട്ടില്ലെങ്കിൽ, ഇന്ന കാര്യത്തിൽ ഇന്ന് കൈത് വെച്ചിട്ടില്ല എങ്കിൽ എൻ്റെ അർത്ഥം എല്ലാ വിഷയവും അതിൽ ഉൾപ്പെട്ടു. അതേപോലെ അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതങ്ങൾക്ക് മാതൃകയുണ്ട് എല്ലാ വിഷയത്തിലും, അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? തൗഹീദാണ്. ആ തൗഹീദ് മുതൽ അവനെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത് വരെയുള്ള സകല വിഷയങ്ങളിലും റസൂലുള്ളാഹി തങ്ങൾ മാതൃകയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൗഹീദാണ്. തൗഹീദ് നമ്മൾ ആരുടെ മാർഗ്ഗം സ്വീകരിക്കണം, ആരുടെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? തൗഹീദ് സ്വീകരിക്കുക മാത്രമല്ല, തൗഹീദ് അംഗീകരിക്കുക മാത്രമല്ല, ആ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ആരുടെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? ആരാണ് നമുക്ക് അതിലൊക്കെ റോൾ മോഡലായിട്ടുള്ളത്? ശ്രദ്ധിച്ചോ, ആദർശത്തിൽ റസൂലുള്ളാഹി തങ്ങളെ പോലെ ആദർശധീരനായ ഒരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി തങ്ങളെ പോലെ ആദർശത്തിന് വേണ്ടി പോരാടിയ ഒരു നേതാവിനെയും ചരിത്രത്തിൽ തുല്യമായി റസൂലുള്ളാഹിക്ക് തുല്യമായിട്ട് വേറൊരാളെ കാണാൻ നമുക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ മക്കയിൽ സത്യസന്ധനും എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി ജീവിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം പഠിക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചരിത്ര കിതാബിൽ, അതേപോലെ അർ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൽ സഫീർ റഹ്മാൻ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ആ ജാഹിലിയ കാലഘട്ടത്തിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അറബിക ജീവിതം അതെന്തിനാ അറിയോ? ജാഹിലിയത്ത് മനസ്സിലാക്കിയാലേ ഇസ്ലാമിന്റെ രസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ആരാണോ ജാഹിലിയത്തിന്റെ വേദന അനുഭവിച്ചത് അവർക്ക് ഇസ്ലാമിന്റെ രസം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്, അല്ലേ? കണ്ടിട്ട് നിങ്ങൾ OBC മുസ്ലിമിനെ ശ്രദ്ധിച്ചാൽ മതി. പാരമ്പര്യ മുസ്ലിം നോർമലായിരിക്കും, സിനിമ കാണും, മ്യൂസിക് കേൾക്കും, താടി പഠിക്കും, ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, മുസ്ലിം പേര് കൊണ്ട് മാത്രമായിരിക്കും. എന്നാൽ തീർത്തും ജാഹിലിയത്തിൽ ജീവിച്ച മനുഷ്യൻ, ജാറം, ദർഗ ഇതൊക്കെയായി ജീവിച്ച മനുഷ്യർ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വന്നാൽ അവരുടെ ജീവിതം ഇസ്ലാമിന്റെ മാധുര്യം കൊണ്ട് നിറഞ്ഞതായിരിക്കും. എന്തുകൊണ്ടറിയോ? അവർ ജാഹിലിയത്ത് അറിഞ്ഞത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ സലഫി പാരമ്പര്യം എന്ന് പറയപ്പെടും, നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് പറയാം, നമ്മുടെ നാട്ടിൽ സലഫി പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിൽ ഈ പറയപ്പെട്ട രസവും സുഖമൊന്നും ജീവിതത്തിൽ ഉണ്ടാകൂല. അത് ഇതുകൊണ്ടാണ്. ഉമർ ഖത്താബ് പറഞ്ഞ വാക്കിന്റെ ഗൗരവം അതാണ്. ജാഹിലിയത്ത് മനസ്സിലാക്കിയവന് മാത്രമേ ഇസ്ലാമിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 40 വയസ്സ് വരെ ആ നാട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാമത്തെ വയസ്സ് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാം, ഈ തൗഹീദിന്റെ പ്രബോധനമായി മുന്നോട്ട് വന്നാൽ കുടുംബക്കാർ കൂടെ ഉണ്ടാകൂല, നാട്ടുകാർ കൂടെ ഉണ്ടാകൂല, ഈ പറയപ്പെട്ട സ്ഥാനവും മാനവും അലങ്കാരവും ആർഭാടവും ഒന്നും ഉണ്ടാവൂല, അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ജീവിതം പഠിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി തങ്ങൾ നബിയാകുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുറൈശികൾ കഅബാലയത്തിന്റെ പണി പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. കഅബ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിലേക്ക് നശിക്കുകയും പിന്നീട് ഉണ്ടാക്കപ്പെടുകയും പിന്നീട് അതിന് ചില കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഖുറൈശികൾ അതിൻ്റെ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. അവര് കല്ലൊക്കെ ഇളക്കി മാറ്റി പണി തുടങ്ങി. ഒരു സഹാബി പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളും ആ പണിയിൽ സാക്ഷ്യം വഹിച്ചിരുന്നുവെന്ന്. റസൂൽ നബിയാകുന്നതിന് മുമ്പ് പണി ആരംഭിച്ചു. കല്ലുകൾക്ക് നമ്മൾ ഇന്ന് പോയാൽ കാണാം, നമ്മുടെ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ കാബന്റെ രൂപം എന്ന് പറയുന്നത്, ഇന്ന് കാബക്ക് ചുറ്റും കാണുന്ന ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതും കാബയിൽ ഉൾപ്പെട്ടതാണ്. ആ രൂപത്തിലായിരുന്നു നമ്മുടെ ഈ മിഹ്റാബൊക്കെ പോലെ. അതേപോലെ തന്നെ കാബയുടെ രൂപം ഉണ്ടായിരുന്നു ഇബ്രാഹിമിയുടെ കാലഘട്ടത്തിൽ. പിന്നീട് ഖുറൈശികളത് പൊളിച്ച് പുതുക്കി പണിയുന്ന സമയം അവരൊരു ഷർത്ത് വെച്ചു, ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ ഭവനം പണിയാൻ പാടുള്ളൂ. നമ്മുടെ ഈ നാട്ടിലെ കൗമിന് പോലും ആ ചിന്ത ഉണ്ടായിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിംകൾ ആ ചിന്ത ഉണ്ടായിട്ടില്ല. അവരങ്ങനെ തീരുമാനിച്ചു, ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ ഭവനം പണിയാൻ പാടുള്ളൂ. അങ്ങനെ അവർ പൈസ കൂട്ടി വെച്ചു, ഹലാലായ സമ്പത്ത് കൂട്ടി അതിന് അവർ പണിയാൻ തുടങ്ങി. ഈ ഭാഗം മുഴുവനായി പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കൂല, കാരണം സമ്പത്ത് തികയില്ല. ബാക്കിയെല്ലാം ഹറാമായ സമ്പാദ്യമാണ്. മക്കാർ പൊതുവെ കച്ചവടക്കാരും പലിശക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഹലാലായ സമ്പത്ത് അവർക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് അവർ ഹലാലത് മാത്രം എടുത്തിട്ട് പണി തുടങ്ങി. ഹിജർ ഇസ്മായിൽ ഫുള്ളാക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ചതുരാകൃതിയിൽ എന്ത് ചെയ്തു? കാബയുടെ പണി അവർ പൂർത്തിയാക്കി. അതിന് തെളിവെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്. റസൂൽ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നിന്റെ ഖൗമ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് വന്നവരല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി കാബ പൊളിച്ചിട്ട് ഇബ്രാഹിം നബി എടുത്ത പോലെ എടുക്കുമായിരുന്നു എന്ന്. അത് ഹിജർ ഇസ്മായിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പണി പൂർത്തിയാക്കുമായിരുന്നു എന്ന്. പക്ഷെ റസൂൽ ചെയ്തില്ല. എന്തുകൊണ്ടറിയോ? അന്ന് സഹാബാക്കൾക്ക് ഇസ്ലാം സ്വീകരിച്ചു വന്നതാണ്. റസൂൽ കാബ പൊളിക്കാൻ നിന്നാൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് റസൂൽ കാബ പൊളിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും സാമൂഹിക നിരീക്ഷണം കൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചു. റസൂൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന പല രാജാക്കന്മാരും എന്ത് ചെയ്തു? കാബ പൊളിച്ചിട്ട് പഴയ രൂപത്തിലാക്കി. അവർ പറഞ്ഞ കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം അതായിരുന്നു എന്ന്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവസാനം ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ കാബ പൊളിച്ചു. എന്നിട്ട് ഈ പറയപ്പെടുന്ന രൂപത്തിൽ കാബ പണിയാൻ തീരുമാനിച്ചു. ആ പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം ഇതൊരു കളിതമാശ പോലെ ആയിട്ടുണ്ട്. വരുന്ന ഭരണാധികാരികളൊക്കെ കാബ പൊളിക്കും വീണ്ടും പണി, പൊളിക്കും വീണ്ടും പണി, അവർ തമാശയാകുന്നുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ അവിടെ നിർത്തിയത്. അത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കയുടെ ഗവർണറായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന നിർദ്ദേശമായിരുന്നു. അതനുസരിച്ച് കൊണ്ടാക്കാനായിട്ട് ഭരണാധികാരികൾ പണി നിർത്തിവെച്ചു. ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇന്ന് കാണുന്ന കാബ. അത് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കാബന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. ആർക്ക്? ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്, നീ ഹിജർ ഇസ്മായിൽ അവിടെ നിസ്കരിച്ചോ, അത് കാബയിൽ പെട്ടതാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മക്കത്ത് തവാഫ് ചെയ്യാൻ പോയാൽ അവിടെ നിസ്കരിക്കാൻ സൗകര്യമാക്കി കൊടുക്കുകയും ജനങ്ങൾ നിസ്കരിക്കാൻ തിരക്ക് കൂട്ടുന്നതിന് കാരണം അതാണ്. അത് അവിടെ നിസ്കരിച്ചാൽ കാബയിൽ നിസ്കരിച്ചതുപോലെയാണ് എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം, അങ്ങനെ ഈ കാബന്റെ പണി നടക്കുന്ന സമയം ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തി. ഖുറൈശികൾക്ക് പ്രശ്നം തുടങ്ങി. കാരണം എല്ലാവരും പ്രമാണികളായ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ പ്രശ്നം തുടങ്ങി. ഹജറുൽ അസ്വദ് ആരെടുത്തിട്ട് വെക്കും? പ്രശ്നമായി. ഓരോ ഗോത്രക്കാരും അവരെന്തെന്ന് അറിയോ? അവരെ കൈ മുറിച്ചിട്ട്, ആ ഗോത്രത്തിൽ എല്ലാവർക്കും കൈ മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ രക്തം ഒരുമിച്ച് കൂട്ടി. അതിലെല്ലാവരും കൈവച്ചിട്ട് ശപഥം ചെയ്തു, നമ്മുടെ കൗമിനെ കൊന്നു തീർക്കാതെ മറ്റേ കൗമ് ഹജറുൽ അസ്വദ് വെക്കാൻ പറ്റൂല. അത്രത്തോളം അവര് അടികൂടുന്ന സന്ദർഭത്തിലെത്തി. ആ കൂട്ടത്തിൻ്റെ ചില പ്രമാണിമാരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, തീരുമാനത്തിലെത്താം.
ഈ പള്ളിയുടെ, അതായത് മസ്ജിദുൽ ഹറാം, ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആരാണോ ആദ്യം കടന്നു വരുന്നത് അയാൾ നമ്മുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കാൻ, രാവിലെ വന്നു, കഅബയുടെ ചുറ്റും എല്ലാവരും ഇരുന്നു, ആരാണ് ആദ്യം വരുന്നത് കാത്തിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു റസൂലുള്ളാഹി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, ഒരു തീരുമാനം എടുക്കണം. അന്ന് റസൂൽ ചെറുപ്പക്കാരനാണ്, നബിയായിട്ടില്ല. ഖുറൈശി തറവാട്ടിലെയും മറ്റുള്ള ഗോത്രത്തിലൊക്കെ വലിയ വലിയ പ്രമാണിമാരും ആ തറവാട്ടിലെ വലിയ വലിയ ആൾക്കാരൊക്കെ കൂടിയെന്ന് ചർച്ച ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണി കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ മുബാറക്കായി കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് ആ തുണിയിൽ വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിലെയും പ്രമാണിമാരെ വിളിക്കുകയും തുണിയുടെ ഓരോ ഭാഗം പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ഗോത്രത്തിൻ്റെ നേതാക്കന്മാരും തുണിയുടെ ഓരോ ഭാഗം പിടിച്ചു. എല്ലാവരും ഒന്നിച്ചുയർത്തി ഹജറുൽ അസ്വദിന്റെ സ്ഥാനം എത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മുബാറക്കായ കൈകൊണ്ടെടുത്തിട്ട് അത് അവിടെ വെച്ചു. ആർക്കും ഒരു പ്രശ്നവുമില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പുള്ള മക്കയുടെ ജീവിതം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അത്ര സ്ഥാനവും മാനവും റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയല്ലേ ഇല്ലേ? അപ്പൊ സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ പാരമ്പര്യം എന്ന ഖുറൈശി തറവാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്ഥാനവും എല്ലാം റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ നാട്ടിലെ കച്ചവടക്കാർ കച്ചവടത്തിന് പോകുമ്പോൾ അവരുടെ സമ്പത്ത് വിശ്വസിച്ചേൽപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ. അത്ര സ്ഥാനവും മാനവും ജനമനസ്സുകൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക്. 40 വയസ്സ് പൂർത്തിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുകയും ചെയ്തു. നബിയായ ഉടനെ തന്നെ റസൂൽ ചെയ്തെന്താ അറിയോ? റസൂലുള്ളാഹി തങ്ങൾ ഇത്ര സ്നേഹിക്കുന്ന കണ്ണിലുണ്ണിയായ തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി. സഫാ കുന്നിന്റെ ചുവട്ടിൽ എല്ലാവരും വിളിച്ചുകൂട്ടി. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചതല്ലേ, എല്ലാവരും വന്നു. റസൂലുള്ളാഹി തങ്ങൾ ആ മലയുടെ മേലെ കയറിയിട്ട് പറഞ്ഞു, ഈ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് ഒരു ശത്രു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അകുന്തും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? എല്ലാവരും പറഞ്ഞു വിശ്വസിക്കും. കാരണം നിങ്ങൾ കളവ് പറയാത്ത മനുഷ്യനാണ്. 40 വയസ്സ് വരെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് കളവ് പറയാത്ത മനുഷ്യനാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കും. ഒരേ സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. അതായത് റസൂൽ ആദ്യത്തെ ആദർശ പ്രഭാഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദർശത്തിന്റെ വിളംബരം, ആദ്യത്തെ റസൂലുള്ളാഹി തങ്ങളുടെ പരസ്യമായിട്ടുള്ള ദഅവത്ത്, അത് പറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് റസൂൽ തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു. ഇതെല്ലാം ആർക്കറിയാം? റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാം. ഖുറൈശ് അംഗീകരിക്കൂല, അവർ എതിർക്കും. എന്നിട്ടും അത് എതിർക്കുന്നത് പറയാൻ കാരണം എന്താ അറിയോ? പണ്ട് റസൂലുള്ളാഹി തങ്ങൾ നബിയാകുന്നതിന് മുമ്പ് ആദ്യം ജിബ്രീൽ വന്ന് സൗർ ഗുഹയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി ഓതിക്കൊടുത്തു. അത് കണ്ട് പേടിച്ച് പനി പിടിച്ച് ഖദീജയുടെ വീട്ടിലേക്ക് വന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിനെ കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ വീട്ടിലേക്ക് പോയി. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ പണ്ഡിതനാണ്, പുരോഹിതനാണ്. ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, കാരണം ഖദീജ ബീവിയുടെ കുടുംബക്കാരനും കൂടിയാണ്. പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്ന ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്, നിങ്ങൾ നബിയാകാൻ പോവാണ്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തൗറാത്തിൽ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു? നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കും. ഒന്നാമതായി വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുത്തതാണ് റസൂലുള്ളാഹി തങ്ങൾ, നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കും. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുക തിരിച്ചിട്ട്, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കി? കാരണം നമ്മൾ പറഞ്ഞല്ലോ മുമ്പത്തെ ജീവിതം റസൂലുള്ളാഹി തങ്ങളുടെ രാജാവിനെ പോലെ ആയിരുന്നു. എൻ്റെ നാട്ടുകാർ പുറത്താക്കുകയോ? അത്ഭുതത്തോട് റസൂൽ ചോദിക്കും. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞത്, നീ നബിയായി ഇരുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ വലങ്കയ്യ നിന്റെ കൂടെ ഉണ്ടാകും, നിനക്ക് പിമ്പലം നൽകാനുണ്ടാകും. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി 2-3 ദിവസത്തിനുള്ളിൽ. അപ്പൊ ഈ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാം നാട്ടുകാരെ പുറത്താക്കും എന്നുള്ളത്, കാരണം അത് പറഞ്ഞതാണല്ലോ, തൗറാത്ത് റസൂലുള്ളാഹി പറയപ്പെട്ടതാ. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ ഈ തൗഹീദിന്റെ ആദർശ പ്രബോധനം നടത്താൻ തയ്യാറായി. അതാണ് പ്രിയമുള്ളവർ ഒന്നാമത്തെ നമ്മുടെ മാതൃക. ആരെതിർത്താലും, നമ്മുടെ എന്ത് നഷ്ടപ്പെട്ടേടി വന്നാലും ആദർശം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. ഒരുപറ്റ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടും, നാട്ടുകാർ കളിയാക്കും, വീട്ടുകാരും കൂട്ടുകാരും കൊന്നനം കുത്തും. എന്നാലും എനിക്കെൻ്റെ ആദർശമാണ് വലുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. അതാണ് ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക.
റസൂൽ ഇത് വിളംബരം ചെയ്തു. ഉടനെ തന്നെ അബൂലഹബ് പ്രതികരിച്ചു അല്ലേ. അബൂലഹബ് ചോദിച്ചെന്താ പറയുക, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. റസൂൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. റസൂൽ വിചാരിച്ചെന്താ അറിയോ, എൻ്റെ കുടുംബക്കാരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാകും. അബൂലഹബ് ആരാ? റസൂൽ തങ്ങളുടെ മൂത്താപ്പ. ആദ്യമായി എതിർത്തത് അബൂലഹബാണ്. എന്തുകൊണ്ട് അബൂലഹബ് എതിർക്കാനുള്ള കാരണം, റസൂൽ തങ്ങളുടെ ഈ ആദർശം ആരെങ്കിലും സ്വീകരിക്കും മുന്നോട്ട് വരികയും ചെയ്താൽ കഅബാലയത്തിലുള്ള 300 ചില്ലാനം വിഗ്രഹങ്ങൾ മാറ്റപ്പെടുകയും ഏകനായ അള്ളാഹുലേക്ക് കൈ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടായാൽ ആ ബിംബങ്ങളൊക്കെ പൂജിച്ച് പൂജാരി നടത്തുന്ന പൂജാരിയായ അബൂലഹബിൻ പട്ടിണിയാവും. അതുകൊണ്ടാണ് അബൂലഹബ് ആദ്യം പ്രതികരിച്ചത്. അതേ വാക്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന ആയത്തിലൂടെ അള്ളാഹു മറുപടിയും കൊടുത്തു. അത് ചരിത്രം. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഏറ്റവും ആദ്യം മാതൃകയെ സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ സ്വീകരണത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ ആദർശം സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ആദർശം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത് എന്ന വിഷയമാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടേണ്ട മാതൃക, ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം ഒരുപാട് വിഷയങ്ങളുടെ അതിൽ നമുക്ക് ഇന്ന് സംസാരിച്ച തീരാത്ത വിഷയങ്ങൾ ഓരോന്നിലും. അതിലൊന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷയുടെ കുടുംബക്കാരനാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂല് നബിയാണ്, റസൂലാണ്, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, അതേപോലെ തന്നെ ഉമ്മത്തിൻ്റെ പ്രവാചകനാണ്. എന്നിട്ട് ഒരുപാട് തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ബാധിച്ച ജോലികളുമുള്ള പ്രവാചകൻ അല്ലേ. മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതിയാണ് റിസാലത്തിൻ്റെ ബഹുമതി, വഹി ലഭിക്കുക എന്നുള്ളത്, നബിയാകുക എന്നുള്ളത്. അതും അതിൻ്റെ കൂടെ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പടത്തലവനാണ്, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബിയോട് ചോദിച്ചു, റസൂൽ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന്. അല്ലേ, സഹാബാക്കൾ കാണുന്ന എന്താ, പുറത്തൊരു അധ്യാപകൻ, അല്ലെങ്കിൽ പുറത്തൊരു നബി, അല്ലെങ്കിൽ പുറത്തൊരു യുദ്ധത്തിലാണെങ്കിൽ ഒരു പടത്തലവൻ, രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്, രാജ്യത്തിന്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. ഇതാണ് സഹാബാക്കൾ കാണുന്ന റസൂൽ. അപ്പൊ ആയിഷയോട് ചോദിച്ചു, വീട്ടിൽ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂല് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് മിസ്വാക്ക് ചെയ്യുമെന്നുള്ളതാണ്. അത് സുന്നത്താണ്. മിസ്വാക്ക് 5 സ്ഥലങ്ങളിൽ മിസ്വാക്ക് ചെയ്ത് സുന്നത്താണ്, പഠിപ്പിക്കപ്പെട്ടതാണ്. 1, വുളൂ ചെയ്യുന്ന സമയം, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. 2, നിസ്കാരത്തിനോട് നിൽക്കുന്ന സമയം. 3, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം. 4, 5 ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മിസ്വാക്ക് ചെയ്ത് സുന്നത്താണ്. മിസ്വാക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് 2 കാര്യങ്ങൾ നേടിത്തരും. 1, മത്ഹറത്തുൽ ലിൽ ഫം, നിങ്ങളുടെ വായ ശുദ്ധീകരിക്കും. 2, മർളാത്തുൽ ലിറബ്, റബ്ബിന്റെ തൃപ്തിക്കും കാരണമാകും. മിസ്വാക്ക് ചെയ്യൽ വാജിബാണ്. തെളിവെന്താ അറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക്, എൻ്റെ സമുദായത്തിന് പ്രയാസം ആകില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു മിസ്വാക്ക് ചെയ്യാൻ. അപ്പൊ വാജിബായാൽ പ്രയാസമായിരിക്കും, നമ്മൾ നിർബന്ധത്തിൽ ചെയ്യണ്ടേ. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, പ്രയാസം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞാൽ മുഅക്കദായ സുന്നത്ത്, സാധാരണ സുന്നത്ത് മാത്രമല്ല മുഅക്കദായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താ അറിയോ? ആധുനിക കാലഘട്ടത്തിലെ യുവതലമുറ എന്ന് പറയുന്നത് മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബാണെന്ന് പോലും അറിയാത്തവരാണ്. അവർ പല്ലേക്കുന്നത് ഒരു ആദത്തൻ, ശീലം എന്നോണം പല്ലേക്ക്, അല്ലേ? അതല്ല, മറിച്ച് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. അത് സുന്നത്തായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം, എങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ, ഒരു ദർസിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഒരു ഖായിദയാണ്, ഒരു അടിസ്ഥാനം. അദ്ദേഹം പറഞ്ഞു, ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ, ഇബാദാതു അഹ്ലിൽ ഗഫ്ല, അശ്രദ്ധയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇബാദത്ത് ആദാത്തുൻ, ശീലങ്ങൾ മാത്രമായിരിക്കും. അല്ലേ? നമ്മൾ പല്ലേക്കുക, അത് അദ്ദേഹം ദീനിയായി ചിന്തിക്കാത്ത അശ്രദ്ധമായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ രാവിലെ വൈകുന്നേരം എഴുന്നേൽക്കും, പല്ലേക്കും. നമ്മൾ ചെയ്യുന്ന പോലെ ബാത്റൂമിൽ പോകും, വീട്ടിലേക്ക് പ്രവേശിക്കും, എല്ലാ പ്രവൃത്തിയും ചെയ്യും. പക്ഷെ അത് ശീലമായിട്ട് മാത്രമേ അവർ ചെയ്യൂ. അവർ ചെയ്യുന്നതൊക്കെ ഇബാദത്താണ്, പക്ഷെ അവർ ശീലമായിട്ടാണ് ചെയ്യുക. പല്ലേക്കൽ ഇബാദത്താണ്, വുളൂ ചെയ്യൽ ഇബാദത്താണ്, പക്ഷെ അവർ ചെയ്യുന്നത് ശീലമായിട്ടായിരിക്കും. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്നാൽ വഅദാതു അഹ്ലിൽ യഖ്ളതി,
ദുനിയാവിൻ്റെ ഓരോ സെക്കൻഡുകളും ആഖിറത്തിലേക്ക് ഉപകാരപ്പെടണം എന്ന നിലയ്ക്ക് ജീവിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവരുടെ ആദാത്തുകൾ ഇബാദാത്തുൻ, അത് ഇബാദത്തായിരിക്കുമെന്ന്. നമ്മൾ നിത്യം ചെയ്യുന്ന ചില ശീലങ്ങളായിരിക്കും, പല്ല് തേക്കുക, ബാത്റൂമിൽ പോവുക, ഉറങ്ങുക, ഇതൊക്കെ നമ്മൾ നിത്യം ചെയ്യുന്ന ശീലങ്ങളാണ്. പക്ഷെ ആ ശീലങ്ങളും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? റസൂല ചെയ്തതുപോലെ ചെയ്തിട്ട് ആഖിറത്തിലുള്ള സമ്പാദ്യമാക്കി മാറ്റും. ഉറങ്ങുന്ന എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഇയാൾ എന്ത് ചെയ്യും? റസൂൽ ഉറങ്ങിയതുപോലെ ഉറങ്ങും. എല്ലാവരും പല്ലേക്കാറുണ്ട്, നമ്മൾ പല്ലേക്കുമ്പോൾ എന്ത് ചെയ്യും? സുന്നത്തെന്ന അടിസ്ഥാനത്തിൽ പല്ല് തേക്കും. വീട്ടിലേക്ക് എല്ലാവരും വീട്ടിൽ വിശ്രമിക്കാറുണ്ട്, നമ്മളും വിശ്രമിക്കും. നമ്മുടെ നിയത്ത് ഇബാദത്തായിരിക്കും. നമ്മൾ ചെയ്യുന്ന ശീലങ്ങളും നമ്മൾ ഇബാദത്താക്കി മാറ്റും. അതാണ് ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധി ഇല്ലാത്ത മനുഷ്യനും എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുക. അതേ ഒരു ഉദാഹരണം പറഞ്ഞ ഇതാ, പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, അതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അത് ഇബാദത്ത് സുന്നത്താണ് നിലക്ക് ചെയ്യുകയും ആഖിറത്തിൽ സമ്പാദിക്കുകയും ചെയ്യും. അതല്ലാത്തവർ ഒരു ശീലം എന്നോണം ചെയ്ത് ദുനിയാവിൽ തന്നെ ഇല്ലാതാക്കി കളയുകയും ചെയ്യും. ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ 5 സമയത്ത് മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബ്ബാണ്. അപ്പൊ ഈ സഹാബി ചോദിച്ചപ്പോൾ ആയിഷ വീണ്ടും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്ദിമുഹു ലിൽ അഹ്ൽ, വീട്ടിൽ വന്നാൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു അടുക്കളയിൽ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം തുന്നുമായിരുന്നു, കീറിയ വസ്ത്രങ്ങൾ റസൂൽ തുന്നുമായിരുന്നു. അതേപോലെ തന്നെ റസൂല് വീട്ടിൽ വന്നാൽ ഭാര്യമാരുടെ ജോലികളിൽ അവരെ വെള്ളമെടുക്കാനും മാവ് കുഴക്കാനൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കുമായിരുന്നു. ഇതിനേക്കാൾ നല്ല മാതൃക വേറെയും കാണാനുണ്ടോ? നമ്മളെക്കാൾ ഒരുപാട് ഭാരിച്ച ജോലികളും ഉത്തരവാദിത്തമുള്ള ആളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങളെക്കാൾ വലിയൊരു മാതൃക ദുനിയാവിൽ വേറൊന്നും കിട്ടാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ ഹബശിക്കാരായ ചില അടിമകൾ അവരെ കുന്തം എറിയുന്ന ഒരു മത്സരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയിൽ. അത് മദീനക്കാർക്ക് ശീലമില്ലാത്തൊരു പ്രവൃത്തിയാണ്. അത് അബസീനയിലെ ഹബിഷിയായ അടിമകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിവർ മദീനയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിനെ വിളിച്ചു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആയിഷ തന്നെ പറയാം, നമ്മുടെ വീട്ടിൻ്റെ വിരി മാറ്റി റസൂൽ അവിടെ നിന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഷോൾഡറിൽ ഞാൻ എൻ്റെ താടിയെല്ല് വെച്ച് ഇങ്ങനെ ചാരി നിന്ന് ഞാനതിങ്ങനെ കണ്ടു. റസൂലിനെ ചാരി നിന്നിട്ട് ഞാനിത് കാണുന്നത്. റസൂൽ കൈ ഇങ്ങനെ വെച്ച് നിന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരുപാട് കണ്ടു. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഞാനായിട്ട് എൻ്റെ തല മാറ്റി പോകൂല, റസൂൽ എപ്പം മതി എന്ന് പറയുന്നോ അതുവരെ നിൽക്കാം എന്നെൻ്റെ വാശിയോടെ ഞാൻ നിന്നു. ചെറുപ്പക്കാരിയല്ലേ, അപ്പോൾ വാശി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നു. റസൂൽ എപ്പോഴാണ് മതി എന്ന് പറയുന്നത് അതും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. റസൂൽ പറഞ്ഞിട്ടില്ല. ഒരുപാട് സമയം അപ്പം ഞാൻ പറഞ്ഞു, റസൂലെ മതി, നമുക്ക് പോകാം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. റസൂലുള്ളാഹിയുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തൊക്കെ ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ വരെ ഭാര്യമാരെയും പങ്കാളികളാക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന്. വേറൊരു കാര്യം, സാധാരണ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ഈഗോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ നല്ലൊരു ഭർത്താവിൻ്റെ അടയാളമാണ്. അതൊന്നും ഒരിക്കലും ആ സ്ത്രീയുടെ ഭാര്യൻ്റെ അടിമ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട അവസ്ഥയല്ല. നമ്മൾ പിന്നെ ആരോട് അഭിപ്രായം ചോദിക്കണം? നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മളെ ഏറെക്കുറെ അറിയുന്ന, നമ്മളെല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഭാര്യമാരോടല്ലാതെ പിന്നെ ആരോട് നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടത്? പിന്നെ എൻ്റെ രഹസ്യം നിങ്ങൾക്കറിയോ? എൻ്റെ ജീവിതം നിങ്ങൾക്കറിയോ? ഇല്ല. എൻ്റെ കൂടെ 24 മണിക്കൂറും സഹവസിക്കുന്ന, എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന, എൻ്റെ രഹസ്യങ്ങളെല്ലാം, എൻ്റെ വീക്ക്നെസ്സും എല്ലാം അറിയുന്ന എൻ്റെ ഭാര്യയോടല്ലാതെ പിന്നെ ആരോടാണ് ഞാൻ അഭിപ്രായം ചോദിക്കേണ്ടത്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അറിയുന്ന അവളല്ലേ. അപ്പോൾ അവളോടല്ലാതെ പിന്നെ ആരോട് അഭിപ്രായം ചോദിക്കേണ്ടത്? അങ്ങനെ അഭിപ്രായം ചോദിക്കുന്നത് പൗരുഷത്തിനെതിരാണ്. നമ്മൾ കൊച്ചായി പോകും, സ്ത്രീയുടെ അടിമയായി പോകും എന്നൊക്കെ തെറ്റിദ്ധാരണ യുവതലമുറക്കുള്ളൊരു കാര്യമാണ്. അതൊക്കെ മാറ്റി വെക്കണം. മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തൊരു പ്രവൃത്തി, റസൂലുള്ളാഹി തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ഖുറൈശികൾ വഴിയിൽ വെച്ച് തടഞ്ഞു. ഹുദൈബിയ സന്ധി പഠിച്ചിട്ടുണ്ടാകും ചരിത്രം. വഴിയിൽ വെച്ച് തടഞ്ഞു. ഇവർ ഹിറാമിലാണുള്ളത്. വഴിയിൽ വെച്ച് തടയുകയും അവരുടെ ചില സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിന് ഹുദൈബിയ സന്ധി എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അവർ പറഞ്ഞു, ഒരു കരാറ്, നിങ്ങൾ ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യണം. ഉമർ ഖത്താബിനെ പോലെയുള്ള സഹാബാക്കൾ പ്രഷർ കൂടി ഈ കരാർ ഒരിക്കലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തരാക്കി ഇരുത്തി. എന്നിട്ട് കൂടാതെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെല്ലാം തഹല്ലുലാകുക, എന്നിട്ട് ഇഹ്റാമിന് തഹല്ലുലായിട്ട് തിരിച്ച് നമുക്ക് പോകാം, അടുത്ത വർഷം വന്ന് ഖളാ വീട്ടാം. സഹാബാക്കൾ കേൾക്കുന്നില്ല. കാരണം അവർ ജോഷിൻ്റെ ആൾക്കാരായിരുന്നു സഹാബാക്കൾ. ഇത്രയും കാലം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഇന്ന് ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, എല്ലാം കൊണ്ടും സന്നദ്ധരായി തിരിച്ചു വരുമ്പോൾ ഖുറൈശികളെ തടഞ്ഞ് ചെറിയൊരു കരാർ വെക്കുമ്പോഴത്തേക്ക് റസൂൽ സ്വീകരിച്ചു. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല.
അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. റസൂൽ സങ്കടത്തോടെ കൂടാരത്തിലേക്ക് കയറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നുകിൽ മൈമൂന അല്ലെങ്കിൽ സഫിയ റളിയല്ലാഹു അൻഹുമ, ഏതൊരു ഭാര്യ റസൂലിൻ്റെ കൂടെയുണ്ട്. ഭാര്യ എന്തെങ്കിലും ഇത്ര സങ്കടം. അപ്പം പറഞ്ഞു, നിങ്ങൾ ആലോചിക്കണം, ഇത് വലിയൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് സങ്കടത്തോടെ കയറി വരുന്നത്. ഭാര്യയോട് പറഞ്ഞു, ഇന്ന പ്രശ്നമുണ്ട്, ഇവർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഭാര്യ പറഞ്ഞെന്താ അറിയോ, റസൂൽ ബേജാറാകണ്ട, നിങ്ങൾ ആദ്യം പോയിട്ട് മുടി വടിക്ക്, തഹ്ലിലാണ്ടേ ഇഹ്റാം തഹ്ലിൽ, നിങ്ങൾ ആദ്യം പോയി മുടി വടിക്ക്, നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ മറ്റെല്ലാവരും ചെയ്തോളും. ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്ന അഭിപ്രായം? ഭാര്യ. അപ്പോൾ ഭാര്യയുടെ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല, അവരുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. അവരോട് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ അറിയുന്നത് അവളാണ്. അപ്പോൾ ഈ ഭാര്യയോട് അഭിപ്രായം ചോദിക്കുക, ഭാര്യയോട് കൂടെ ആലോചിക്കുക എന്നുള്ളത് പൗരുഷത്തിനെതിരല്ല, മറിച്ച് പൗരുഷത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് പൗരുഷം. വീട്ടിലുള്ള ഭാര്യയോടും കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയുടെ അഭിപ്രായത്തിന് ഒത്തുതുള്ളുന്ന ഒരു ഭർത്താവാകാൻ പാടില്ല എന്ന് മാത്രം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയാളുടെ അഭിപ്രായം ചോദിക്കേണ്ട എന്നല്ല. അതല്ല റസൂൽ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചിരുന്നത്. റസൂൽ അതേപോലെ പുറത്തിറങ്ങി അലി റളിയല്ലാഹു വിളിച്ചു, മുടി വടിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു മുടി വടിച്ചു കൊടുത്തു. എല്ലാ സഹാബാക്കളും വന്നു. അവരെല്ലാവരും റസൂൽ ചെയ്താൽ പിന്നെ സഹാബൊക്കെ ചെയ്യാതിരിക്കുമോ? എല്ലാവരും മുടി വടിച്ചു, തഹല്ലുലായി, എല്ലാവരും തിരിച്ചു പോയി. ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം പറഞ്ഞു കൊടുത്തതാരാ? റസൂലിന്റെ ഭാര്യ. ഇങ്ങനെ ഒട്ടനവധി സംഭവം നമുക്ക് കാണാൻ സാധ്യമാണ്. ഇപ്പൊ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് റസൂലുള്ളാഹി തങ്ങളെ. സാധാരണ സലഫി പണ്ഡിതന്മാർക്ക് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നല്ലൊരു ഭർത്താവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിഷ അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവാകാൻ സാധിക്കും. റസൂലുള്ളാഹി തങ്ങൾ ആയിഷയുടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും? റസൂൽ തങ്ങൾ ആരാ? നമ്മളെപ്പോലുള്ള ആളാണോ? അല്ല, നുബുവത്തുള്ളൊരു നബിയാണ്. ആയിഷ ചെറുപ്പക്കാരിയാണ്. റസൂല് 52-ാമത്തെ വയസ്സിലാണ് ആയിഷ തന്നെ കല്യാണം കഴിക്കുന്നത്. 52-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ച ആ പെണ്ണിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഓട്ട മത്സരം നടത്തി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്ന് ആരെങ്കിലും ഓട്ട മത്സരം നടത്തിയാൽ നമ്മളയാൾ എന്താ പറയാ? കളിയാക്കൂലേ? നഊദുബില്ലാ. പിന്നെ ആരോടെ കളിക്കേണ്ടത്? തമാശ പറയേണ്ടത്? അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മൈമൂന റളിയല്ലാഹു അൻഹ തേൻ കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക്. തേൻ കഴിച്ചു, കുറച്ച് ഭക്ഷണം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. അന്ന് റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷക്ക് ഇത് സഹിച്ചില്ല. ആയിഷ തന്നെ പാത്രം പൊട്ടിച്ചു കളഞ്ഞു. റസൂൽ ചൂടായ, ദേഷ്യം പിടിച്ച? ഇല്ല, റസൂൽ അവിടെ ഇരുന്ന പാത്രമൊക്കെ പൊറുക്കിയിട്ട് ആയിഷ സമാധാനിപ്പിച്ചിട്ട് ആയിഷയോട് പറഞ്ഞു, ഇന്ന തേൻ തിന്നേയില്ല, തേൻ കുടിക്കുകയില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്തു. അതാണ് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്ത് തഹ്രീമിൽ അള്ളാഹു ആയത്തിറക്കിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത രീതി അതാണ്. തമാശ പറയാം, കളിക്കാം, ചിരിക്കാം, എന്തും ചെയ്യാം, പക്ഷെ ഒരു പരിധി എന്നോണം. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഭാര്യമാരുടെ മുന്നിൽ നമ്മുടെ അന്തസ്സ് പണയം വെക്കുന്ന രൂപത്തിൽ ചിരിക്കാൻ പാടില്ല, ഒരു പരിധി വെച്ചിട്ട്. തമാശ പറഞ്ഞ് ചങ്ങായിമാർത്ത് ചിരിക്കുന്നവരെ ഭാര്യമാർത്ത് ചിരിക്കാൻ പാടില്ല. ഒരുപാട് വിഷയങ്ങളെ വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല മാതൃക, നല്ലൊരു പുരുഷനാകാൻ, നല്ലൊരു ഭർത്താവാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി തങ്ങളുടെയും ആയിഷ ബീവിയുടെയും ദാമ്പത്യ ജീവിതം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നല്ലൊരു ഭർത്താവാകാൻ സാധിക്കും. നല്ലൊരു ഭാര്യയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ത്രീകളോട് നല്ല ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും ജീവിതം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയാകാൻ സാധിക്കും. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിനെ കല്യാണം കഴിക്കുന്ന സമയം റസൂലുള്ളാഹിക്ക് സമ്പാദ്യം എന്ന് പറയാൻ ഒരു വസ്തു റസൂലിന്റെ കയ്യിലില്ല. എല്ലാ നിലക്കും ഖദീജ ബീവി സഹകരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ കിരീടയാക്കിയിട്ടില്ല, തല ചൊറിയാൻ നിന്നിട്ടില്ല. എന്താണ് റസൂൽ കൊടുക്കുന്നത് അത് തൃപ്തിപ്പെടുകയും ചെയ്തു. ഏറ്റവും നല്ല ഭാര്യയുടെ ഉദാഹരണം ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവി മരണപ്പെട്ട വർഷം ആമുൽ ഹുസ്ൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട അത്ര സങ്കടവും വേദനയും റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആയിഷ തന്നെ പറയാറുണ്ട്, ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജാനെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കും. റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരുണ്ട്? 11 ആൾക്കാരുണ്ട് റസൂൽ വഫാത്താകുന്ന സമയം. ഈ 11 ഭാര്യമാർ റസൂൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഖദീജയെ സംബന്ധിച്ചാണ്. ആയിഷ തന്നെ പറയും, ഇത് കേട്ട നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരും, നമുക്ക് തോന്നും വേറെ ഭാര്യമാരൊന്നും റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ലേ എന്ന്. അങ്ങനെ റസൂൽ ഖദീജവിനെ സംസാരിക്കുമായിരുന്നു. വേറെ ചില റിവായത്തുകൾ കാണാം, റസൂൽ ഒട്ടകത്തിനെ അറുത്തിട്ട് ഖദീജയുടെ ചങ്ങാതിമാർക്ക് ഈ ഇറച്ചി മാംസം സദഖ ചെയ്യുമായിരുന്നുവെന്ന്. അത്ര സ്നേഹമെന്ന് റസൂലുള്ളാഹിക്ക് ഖദീജ ബീവിയോട്. നിങ്ങൾ ആലോചിക്കണം, അതിനു മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഖദീജവിനെ കെട്ടുന്നതിന് മുമ്പ് 2 ആൾക്കാർ ഖദീജവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ 2 ആൾക്കാർ ഖദീജ ബീവിക്ക് മക്കളും ഉണ്ട്. എന്നിട്ടാണ് 3ാമത് റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നത്. എന്നിട്ടും ഇത്ര നല്ല ഉന്നതനായ ഖിയാമത്ത് നാൾ വരെ മാതൃകാ യോഗ്യനായ ഒരു ദാമ്പത്യ ജീവിതമാണ് റസൂലുള്ളാഹി തങ്ങൾ ആ വിഷയത്തെ നമുക്ക് കാഴ്ചവെച്ചത്. നമ്മുടെ സ്ത്രീകളൊക്കെ, എല്ലാ സ്ത്രീകളും റസൂലുള്ളാഹി തങ്ങളുടെ
ഖദീജയുമായിട്ടുള്ള വിവാഹബന്ധ ജീവിതത്തെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഭാര്യ, ഉത്തമമായ ഒരു ഭാര്യയാകാൻ നമ്മളത് സഹായിക്കുന്നതാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള മാതൃക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമായിരുന്നു, അധ്യാപകനായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ പോലെ ദുനിയാവിൽ മറ്റൊരു അധ്യാപകൻ കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ ചെറിയ ചെറിയ ദർസുകൾ തന്നെ ഒരുപാട് സഹാബാക്കൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത്. അതിൽ 2-3 സംഭവം പറയാം. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കൾ പള്ളിയിൽ ഇരിക്കുന്ന സമയം ഒരു അറാബി പള്ളിയിലേക്ക് വന്നു. അറാബി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ബദു, കാട്ടറബി, മരുഭൂമിയിൽ ജീവിക്കുന്ന അറബികൾ. അവർക്ക് സംസ്കാരം എന്തൊന്നും അറിയില്ല. അവരെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ അവരെ സംബന്ധിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. അവരുടെ സ്വഭാവം എന്താ അറിയോ? അവര് അറാബികൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. എന്നിട്ട് വിളിക്കും, യാ മുഹമ്മദ് ബാന്നോട്ട് വിളിക്കും. റസൂലുള്ളാഹിനെ വിളിക്കുന്നു, യാ മുഹമ്മദ് ബാ. റസൂലുള്ളാഹി തങ്ങൾ മുഹമ്മദ് എന്ന് 2 പേരെ വിളിച്ചിട്ടുള്ളൂ. ആരാ അറിയോ? റസൂലുള്ളാഹി തങ്ങൾ മുഹമ്മദ് എന്ന് വിളിച്ച 2 വ്യക്തികൾ. ഒന്ന് ജിബ്രീൽ, 2 അബൂ താലിബ്. ഈ 2 ആൾക്ക് റസൂലുള്ളാഹി യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും യാ റസൂലുള്ളാഹ്, യാ നബിയല്ലാഹ് എന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞു വരുന്നത്, ഈ അറബികൾ ബദുകൾ വന്നിട്ട് എന്ത് ചെയ്യും? യാ മുഹമ്മദ് എന്നിട്ട് വിളിക്കും. ഒരു മര്യാദ അദബ് അവർ കാണിക്കൂല. അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പരാമർശിച്ചത്. നിങ്ങൾ അറാബികൾ വിളിക്കുന്നത് പോലെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ അദബോടുകൂടി അവരെ കാത്തിരിക്കണം എന്നൊക്കെ പറയുന്ന ആയത്തിൽ ഇറക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു അറാബി റസൂലുള്ളാഹി പള്ളിയിലേക്ക് വന്നു. റസൂലുള്ളാഹി പള്ളി ഇതേപോലെ മുസല്ല വിരിച്ച പള്ളിയൊന്നല്ല, നിലാണ്. ആ അറാബി എൻ്റെ പള്ളിയുടെ മൂലക്ക് മൂത്രയിച്ചു. ഇത് കണ്ടപ്പോൾ സഹാബാക്ക് ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹിയുടെ പള്ളി വന്നിട്ട് മൂത്രയിക്കാൻ മാത്രം ധൈര്യം കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവരടിക്കാൻ പോയി. റസൂലുള്ളാഹി തടഞ്ഞു, വേണ്ട പോട്ടെ, മൂത്രയിച്ച് പൂർത്തിയാക്കട്ടെ. അങ്ങനെ ആ അറാബി മൂത്രമൊഴിച്ച് പൂർത്തിയായി എല്ലാം ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സഹാബാക്കളോട്, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മേലെ ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു കൊട്ട വെള്ളം കൊണ്ടുവന്നു, അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുയസ്സിരിൻ വലാ മുഅസ്സിരിൻ. ഞാൻ നിയോഗിക്കപ്പെട്ടത് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാനാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ അധ്യാപനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മാർഗം. മൂത്രയിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, മൂത്രയിക്കുന്ന ഒരാളോട് പെട്ടെന്ന് നിർത്തിവെക്കാൻ പറഞ്ഞാൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥത ആലോചിച്ച് നോക്കിയേ. അതില്ലാതാക്കി റസൂൽ, വിട്ടു അദ്ദേഹത്തെ. മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വ്യക്തികൾ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിച്ചു. റസൂലുള്ളാഹിയുടെ ജീവിതം ഇങ്ങനെ പറഞ്ഞപ്പോൾ 3 വ്യക്തികൾ 3 കാര്യങ്ങൾ ശപഥം ചെയ്തു. ഒരുപാട് കേട്ട ഹദീസായിരിക്കും. അവർ തിരിച്ചു പോയി ആയിഷ റസൂലുള്ളാഹിയുടെ വിവരം പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ട് ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഒരു മുഅല്ലിമിന്റെ, അധ്യാപകന്റെ ഒരു ശൈലിയാണ്, ഒരു ദാഇ സ്വീകരിക്കേണ്ട മാർഗം. ആ 3 പേര് മുമ്പിലുണ്ട്. പക്ഷെ റസൂൽ ആ 3 പേരെയും ആക്ഷേപിക്കുകയോ അവരിലേക്ക് വിരൽ ചൂണ്ടുകയോ അവരെ പേരെടുത്ത് പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് റസൂൽ പറഞ്ഞു, ഇന്ന് ചില വ്യക്തികളൊക്കെ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, അതെന്റെ സുന്നത്തിന് ചേരാത്തതാണ്. മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. പൊതുവായ റസൂൽ കാര്യം അവതരിപ്പിച്ചു. ആർക്കും അറിയില്ല ഈ 3 വ്യക്തികളാണെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹദീസിൽ 3 വ്യക്തികൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 വ്യക്തികളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാ അറിയോ? റസൂൽ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് റസൂലിന്റെ മര്യാദ. അതാണ് ഒരു മുഅല്ലിം, ഒരു ഉസ്താദ്. ആരുടെ അഭിമാനത്തെ ശതം വരാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു. ഇനി സാമൂഹിക മേഖലയിൽ വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു അറാബി കടന്നു വന്നു. ദേഷ്യത്തോടെ റസൂലിനെ ചീത്ത വിളിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് എൻ്റെ കടം കൊണ്ടാ. റസൂൽ കുറച്ച് കടം വാങ്ങിയത് അദ്ദേഹത്തോട്, എൻ്റെ കടം തിരിച്ചതാ. ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ സഹാബാക്കൾ അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ തന്നെ ഹദീസിലുള്ളതല്ലേ. ആ വന്ന ആളെ അടിക്കാൻ വേണ്ടി പോയി സഹാബാക്കൾ. റസൂൽ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലികുല്ലി ഹഖ്ഖിൻ മഖാൽ. എല്ലാ ഹക്കുകൾക്കും അതിൻ്റെതായ അവകാശമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഹക്കാണ്, കടം തിരിച്ചു ചോദിക്കുക എന്നുള്ളത്. റസൂൽ അദ്ദേഹത്തിന് കടം പെട്ടെന്ന് വീടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊരു സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയാണ് മനുഷ്യ ഇടപെടേണ്ടതെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. വേറെ സംഭവമാണ്, റസൂൽ യാത്ര ചെയ്യുന്ന സമയം ഒരു അറാബി റസൂലിന്റെ കഴുത്തുണ്ടായിരുന്ന വസ്ത്രം പിടിച്ച് വലിച്ചു പിറകോട്ടേക്ക്. ആ വസ്ത്രത്തിന്റെ കട്ടി ഭാഗം റസൂലിന്റെ കഴുത്തിൽ അടയാളം വന്നു എന്ന് കാണാം ഹദീസിൽ. അതിന് റസൂലിനെ ചുവന്ന അടയാളം വന്നു റസൂലിന്റെ കഴുത്തിൽ. വലിച്ചിട്ട് ചോദിച്ചു, കുറച്ച് പൈസ ഉണ്ടാകും. പിടിച്ച് വലിച്ചു ചോദിക്കാം, കുറച്ച് പൈസ താ. കടം ചോദിച്ചല്ല, കുറച്ച് പൈസ താ. റസൂൽ തിരിഞ്ഞു നിന്നു. റസൂലിന്റെ സ്വഭാവം അതാണ്, ആരെങ്കിലും വിളിച്ചാൽ കഴുത്ത് മാത്രം തിരിക്കൂല, മുഴുവനായി തിരിഞ്ഞു നിൽക്കും. അതൊരു വിളിച്ച ആളെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. റസൂൽ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സഹാബ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുക.
പൈസ കൊടുത്തു അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ തിരിച്ചു പോയത്. എന്തുകൊണ്ട്? ഈ രൂപത്തിൽ റസൂൽ ആക്രമിച്ചിട്ട് റസൂൽ പ്രതികാരം ചെയ്യാൻ നിന്നില്ല, അത് വിവേകത്തോടെ പെരുമാറി എന്നുള്ളത്. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ വിവേകത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും വലിയ ഉദാഹരണം ഹുദൈബിയ സന്ധിയാണ്. ദീപസന്ധി അറിയില്ലേ? ആ ഖുറൈശ് വെച്ചൊരു കരാർ എന്താ അറിയോ? ആ കരാറ് കേട്ടാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ഒരു കരാർ ഇതാ, നിങ്ങൾ ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ പാടില്ല, തിരിച്ചു പോകണം. ഒന്ന്. രണ്ടാമത്തത്, മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ച് മക്കത്തേക്ക് തന്നെ അയക്കണം. നമ്മളയാളെ ശരിയാക്കും. എന്നതല്ല, മദീനയിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി മക്കത്തേക്ക് തിരിച്ചു വന്നാൽ സുരക്ഷിതമായി മക്കത്തേക്ക് എത്തിക്കണം. നമുക്ക് അംഗീകരിക്കാൻ പറ്റും അവരുടെ കരാർ. റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചു. അത് ഹിക്മത്താണ്. റസൂലുള്ളാഹി തങ്ങളുടെ പക്വതയാണത്. ഒരു രാഷ്ട്രീയപരമായി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പക്വത അതാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എനിക്കന്ന് വല്ലാത്തൊരു സങ്കടവും ദേഷ്യവുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി റസൂൽ ആ തീരുമാനമായിരുന്നു ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കേണ്ടായി. അതൊക്കെ റസൂലിൻ്റെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങളാണ്. അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ ഇടപെട്ട ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. സമയം ഒരുപാട് ലേറ്റായി, ചുരുക്കി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഓരോ മേഖലയിലും മുഅ്മിനീങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. അയൽവാസിയോട് അയൽപക്ക ബന്ധത്തിൽ അല്ലേ, റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം ജിബരീൽ എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അയൽവാസികളുടെ ഹക്കുകൾ ഇങ്ങനെ സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി വരെ എൻ്റെ മക്കൾ എടുക്കുന്നത് പോലെ അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന്. ഏറ്റവും നല്ല അയൽവാസിയുടെ ഹക്കുകൾ അങ്ങനെയാണ്. അതേപോലെ ഒരു നാട്ടിലെങ്ങനെ ജീവിക്കണം റസൂൽ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു മുഅല്ലിം എങ്ങനെയാകണം, ഒരു നേതാവ് എങ്ങനെയാകണം, ഒരു പടത്തലവൻ എങ്ങനെയാകണം, എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുക. ആ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് ജീവിതം പഠിച്ച സഹാബാക്കളെ ഫോളോ ചെയ്യുക. അതിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ, അത് മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഫോളോ ചെയ്യുന്നുവെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുപിടിച്ച സഹാബാക്കളെ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും മുറുകെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളെ മുറുകെ പിടിച്ചോ. കാരണം അവർ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ട് ജീവിതം പഠിച്ചവരാണ്. റസൂലുള്ളാഹി ഹദീസ് അങ്ങനെ തന്നെ, അലൈക്കും ബിസുന്നതി, റസൂലുള്ളാഹിയുടെ ജീവിതം, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഉന്നതരായ റസൂലുള്ളാഹിയുടെ സഹാബാക്കളുടെ മാർഗം. ഇതാണ് ഒരു മുഅ്മിനെ ഫോളോ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും പരിപൂർണവും ഏറ്റവും സുരക്ഷിതമായതും സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമായ മാതൃക എന്ന് നമ്മൾ തിരിച്ചറിയണം. ആധുനിക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെ വക്രീകരിച്ച് സമൂഹത്തിൽ അവതരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നവർ പഴഞ്ചനാണെന്നും പരിഷ്കാരമില്ലാത്തവനുമാണെന്നും പറഞ്ഞ് പഴഞ്ചനായി തള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലായിരിക്കണം റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുന്ന നമ്മൾ അഭിമാനം കൊള്ളേണ്ടവരാകേണ്ടത്. അല്ലേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മൻ യബ്തഗി ഗൈറൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതചര്യയിലല്ലാത്ത മറ്റൊരു ജീവിതത്തിൽ ഒരാൾ ആനന്ദം കാണുകയോ അഭിമാനം കാണുകയോ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിന്നനാക്കി കളയുമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുക, അന്തസ്സ് സ്വീകരിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അതിൽ ജീവിതത്തിന്റെ രസവും സുഖവുമായി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കാനും മരണശേഷം റസൂലിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിന്റെ സുഖാസൗകര്യങ്ങളിൽ ആസ്വദിക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റഹ്മാനായ റബ്ബ് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.